തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ട് കാലം മുമ്പ് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളുമാണ് നിങ്ങളെ ഇന്ന് ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വടക്കേ വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ തിരുനെല്ലി ക്ഷേത്രവും തൃശ്ശിലേരി ക്ഷേത്രവും ഇവിടുത്തെ ഐതിഹ്യങ്ങൾ പറഞ്ഞു തരാൻ ക്ഷേത്രത്തിന്റെ ജീവനക്കാരനായ ശ്രീരാജേട്ടൻ കൂടെയുണ്ട്. പുള്ളിക്കാരനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം തിരുനെല്ലിയായി ബന്ധപ്പെട്ട് തന്നെയാണ്. തിരുനെല്ലിയിൽ പാവനാശ്ശിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തൃശ്ശിലേരി മഹാദേവനെ ഒന്ന് തൊഴുത് തൃശ്ശിലേരി മഹാദേവന് വിളക്കുമാല നിവേദ്യം വഴിപാട് കഴിച്ചതിന് ശേഷം മാത്രമേ പാവനാശ്ശിയിൽ കർമ്മം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർമ്മം ചെയ്യിക്കുന്ന സമയത്ത് പാവനാശ്ശിയിൽ വിളക്ക് വെക്കില്ല. ഈ ക്ഷേത്രത്തിലെ വിളക്ക് നിവേദ്യമൊക്കെ സങ്കല്പിച്ച് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെ വിളക്ക് നിവേദ്യമൊക്കെ സങ്കല്പിച്ചിട്ട് പാവനാശ്ശിയിൽ ശിവഭാഗത്തിൽ ബലിയിടുക ചെയ്യുക. തിരുനെല്ലി അമ്പലത്തിൽ മഹാവിഷ്ണുവാണ്. അവസാനം മോക്ഷത്തിനായിട്ട് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് നമ്മളെ കർമ്മം പൂർണ്ണമാവുക, ആത്മാവിന് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. അതാണ് തിരുനെല്ലിയും തൃശ്ശിലേരിയും കൂടിയുള്ള പ്രധാന ചടങ്ങ്. മഹാദേവൻ്റെ ശിരസിൽ വിളക്ക് വെച്ച് മഹാദേവൻ്റെ പാദത്തിൽ കർമ്മം ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ മോക്ഷത്തിന് സമർപ്പിക്കുമ്പോഴാണ് ആ ചടങ്ങ് പൂർണ്ണമാവുക. അത് തിരുനെല്ലിയിൽ പാവനാശ്ശിയിൽ നമ്മൾ കർമ്മം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ട് ശിവന്റെ സാന്നിധ്യമായിരുന്നു, ശിവക്ഷേത്രമായിരുന്നു അവിടെ. അവിടുന്ന് ശൈവരും വൈഷ്ണവരും തമ്മിൽ, ശിവന്റെ ആൾക്കാരും മഹാവിഷ്ണുവിൻ്റെ ആൾക്കാരും തമ്മിൽ യുദ്ധം നടന്നു എന്നും ആ സമയത്ത് വൈഷ്ണവർ ശൈവരെ അവിടുന്ന് ഓടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ തൃശ്ശിലേരിയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ ശിവൻ അവരെ കൂടെയും പോന്നു. അങ്ങനെയാണ് ശിരസ് ഇവിടെയായതും പാദം തിരുനെല്ലിയിലായിരുന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യങ്ങൾ അങ്ങനെയാണ് പറയപ്പെടുന്നത്. സ്വയംഭൂവായി വന്ന ഇവിടുത്തെ മഹാദേവന്റെ ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് ഓവിന് സൈഡിലായിട്ട് ഒരു വലിയ പാറ കാണാം. അത് തിരുനെല്ലിയിൽ ആ കർമ്മം ചെയ്യുന്ന പാറയിൽ നിന്ന് സ്വയംഭൂവായി വന്ന ശിലയാണ്. ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ 2 നൂറ്റെട്ട് വരുന്നത്, കേരളത്തിൽ 2 നൂറ്റെട്ട് വരുന്നത് വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് 108 ദുർഗാലയങ്ങളും 108 ശിവാലയങ്ങളും. 2 നൂറ്റെട്ട് വരുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർപ്പക്കാവ് വളരെ പ്രാധാന്യമാണ്. സർപ്പക്കാവ് പരദേവതാ സങ്കല്പമാണ്. അവിടെ നാഗം, ഭദ്രകാളി, പരദേവത കുടികൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് തൊട്ട് മുകളിലായിട്ട് കുളം വരുന്നുണ്ട്. കുളത്തിൽ ഗംഗാതീർത്ഥം എന്നാണ്, അതായത് ശിവന്റെ ശിരസിൽ ഗംഗ കുടികൊള്ളുന്ന പോലെയാണ് ആ ക്ഷേത്രക്കുളം കുടികൊള്ളുന്നത്. ആ കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര മഴ പെയ്താലും കലങ്ങില്ല. ഒരു നീല നിറത്തിലുള്ള ജലാശയം, അത് ഏത് സമയത്തും എത്ര ശക്തമായ മഴ പെയ്താലും ആ വെള്ളം കലങ്ങില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒഴുക്ക്, ആ കുളത്തിൽ നിന്ന് എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അത് 365 ദിവസം ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതാണ് ആ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ദുർഗയുടെ സൈഡിൽ ഒരു കൽപ്പാത്തിയിൽ വെള്ളം വന്ന് വീഴുന്ന കാണാം. അത് പാവനാശ്ശിനി തീർത്ഥം എന്നാണ് സങ്കല്പം. പണ്ട് കാലത്ത് പാവനാശ്ശിനിയിലേക്ക് ആളുകൾ നടന്നു പോവുക ചെയ്യുക. നിരങ്ങി മല കയറി ഇറങ്ങിയിട്ട് ഏകദേശം 8 കിലോമീറ്റർ